ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. നമ്മുടെ മനസ്സ് ചലനാത്മകമാകാൻ കാരണം അതിൽ പലതരത്തിലുള്ള അശുദ്ധ ചിന്തകൾ ഉള്ളതുകൊണ്ടാണ്. ദേഷ്യം, പക, അസൂയ, പ്രതികാരം ഇതൊക്കെ നിറഞ്ഞ് കവിഞ്ഞ് തുളുമ്പുമ്പോൾ മനസ്സ് അസ്വസ്ഥമായിരിക്കും. അസ്വസ്ഥമായ മനസ്സിന് എവിടെയാ സുഖം ഉണ്ടാവുക? അതിനാൽ ഈ അശുദ്ധ ചിന്തകളെല്ലാം നമ്മൾ നീക്കിക്കളഞ്ഞാൽ മാത്രമേ മനസ്സ് ശാന്തമാവുകയുള്ളൂ. ശാന്തിയായ മനസ്സിൽ ഈശ്വരത്വം എന്താണ് എന്ന് സ്വയമേവ വെളിവാകും. അത് മറ്റൊരാളുടെ വാക്കിലൂടെ പറഞ്ഞറിയാവുന്നത് അല്ല. കാരണം ആ അനുഭവം സ്വന്തം അനുഭവിക്കുക തന്നെ വേണം. നമ്മൾ ഇന്ന് ഈശ്വരനെ കുറിച്ച് എന്തൊക്കെയോ ധരിച്ചിരിക്കുന്നു. ഓരോരുത്തരും ഓരോ തരത്തിലുള്ള ധാരണകളാണ്. ഓരോ മതക്കാരും വ്യത്യസ്തമായ ധാരണകളെ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടതാണ്. അതുകൊണ്ടാണ് ഈശ്വരൻ മനുഷ്യനെ സൃഷ്ടിച്ചു, മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു. ഈശ്വരൻ മനുഷ്യനെ സൃഷ്ടിച്ചു, മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു. മതങ്ങളാണ് വീണ്ടും ഈശ്വരനെ സൃഷ്ടിക്കുന്നത്. മതങ്ങൾ സൃഷ്ടിക്കപ്പെട്ട ഈശ്വരനെ കുറിച്ച് ഇന്ന് ജനങ്ങൾക്കറിയൂ. ഈശ്വരൻ്റെ യഥാർത്ഥ സ്വരൂപം മതങ്ങളിൽ കൂടെ പറയുന്നത് അല്ല. സ്വാനുഭവത്തിൽ പെട്ട കാര്യങ്ങളാണ് അവിടെ. അത് പറയാനൊട്ട് കഴിയുകയുമില്ല. അതുകൊണ്ട് നമ്മുടെ മനസ്സിനെ ശുദ്ധമാക്കുമ്പോൾ നമുക്ക് അതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാവും. അത് സ്വന്തം മനസ്സിലാക്കേണ്ടതാണ്. അതാണ് ക്രോധവും വിദ്വേഷമെന്നിവയൊക്കെയും പാടെ അകറ്റണം എന്നുള്ള ചിന്തയെ നിത്യം മനസ്സിൽ നനച്ചു നാം എപ്പോഴും നേരായ മാർഗത്തെ പിന്തുടർന്നിടണം. നമ്മൾ ചെയ്യേണ്ടത് അതാണ്. ക്രോധവും വിദ്വേഷം എന്നിവയൊക്കെയും നമ്മുടെ മനസ്സിൽ പൊന്തി വരുന്ന ക്രോധമുണ്ടാവാൻ കാരണം എന്താണ്? ആഗ്രഹങ്ങളാണ്, കാമമാണ്. കാമാൽ ക്രോധോഭിജായത്തെ എന്നാണ്. ആഗ്രഹങ്ങൾ ഉണ്ടാകുമ്പോൾ ഇന്നതുപോലെ ആഗ്രഹം വേണം, ഇന്നതുപോലെ ആവണം എന്ന് നാം ആഗ്രഹിച്ചാൽ അതുപോലെ ആയില്ലെങ്കിൽ നമുക്കുണ്ടാകുന്ന വികാരമാണ് ക്രോധം എന്ന് പറയുന്നത്. പിന്നെ ക്രോധമുള്ള വസ്തുക്കളോടൊക്കെ ദ്വേഷം തോന്നും. ദ്വേഷം എന്ന് പറഞ്ഞാൽ വെറുപ്പ്. രാഗം എന്ന് പറഞ്ഞാൽ അതിയായ പ്രിയം, അതെനിക്ക് കിട്ടണം എന്നതിനാണ് രാഗം. സുഖത്തെ തരുന്നവയ്ക്കൊക്കെ രാഗം എന്ന് പറയുന്നു. തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട് കിട്ടുമ്പോൾ തനിക്ക് സുഖമാണല്ലോ. എന്നാൽ തനിക്ക് ഇഷ്ടപ്പെടാത്തതിനെയാണ് ദ്വേഷം എന്ന് പറയുന്നത്. ഇഷ്ടപ്പെടാത്ത ആ മനോഭാവം, അതായത് വെറുപ്പ്, വിദ്വേഷം, പക എന്നൊക്കെ പറയുന്നില്ലേ? അപ്പം ആ വിദ്വേഷ മനോഭാവം ക്രോധത്തിൽ നിന്നുണ്ടാകും. അതാണ് ക്രോധവും വിദ്വേഷമൊക്കെയും പാടെ അകറ്റണമെന്നുള്ള ചിന്തയെ. ഈ ക്രോധവും വിദ്വേഷവും പകയുമെല്ലാം നമ്മുടെ മനസ്സിൽ നിന്നും പാടെ അകറ്റിക്കളയണം എന്ന് നാം ബോധിക്കുകയും ആ ദുഷ്പ്രവണതകൾ വരുമ്പോൾ അതിനെ തള്ളിക്കളയുകയും നാം ചെയ്യണം. അങ്ങനെ എപ്പോഴും നമ്മൾ എപ്പോൾ ക്രോധം വരുന്നുവോ അത് തൻ്റെ ശത്രുവാണെന്ന് ബോധിച്ച് അതിനെ ഓടിച്ചു വിടാൻ ഒരു മടിയും കാണിക്കരുത്. ക്രോധവും വിദ്വേഷം എന്നിവയൊക്കെയും പാടെ അകറ്റണമെന്നുള്ള ചിന്തയെ നിത്യം മനസ്സിൽ നനച്ചു നാം എപ്പോഴും നേരായ മാർഗത്തെ പിന്തുടർന്നിടണം. ഇത് നിത്യേന നാം ചിന്തിച്ച് നിത്യവും ഇക്കാര്യത്തെ ഓർമ്മിച്ച് നേർവഴിയിലൂടെ നമ്മുടെ മനസ്സിനെ സഞ്ചരിപ്പിച്ചുകൊണ്ടേ ഇരിക്കണം. ഇതാണ് നാം ചെയ്യേണ്ടത്. അങ്ങനെ പല വഴിക്കും തെറ്റായ മാർഗത്തിലൂടെ പോകുന്ന മനസ്സിനെ നേർവഴിയിലേക്ക് തിരിച്ചു വിടുന്നതാണ് സാധന എന്ന് പറയുന്നത്. എവിടെയൊക്കെ മനസ്സ് പോയിട്ട്
ഉടക്കുന്നുവോ അല്ലെങ്കിൽ ഒട്ടുന്നുവോ അതിൽ നിന്നെല്ലാം ആ മനസ്സിനെ വിടർത്തി സത്യത്തിലേക്ക് അല്ലെങ്കിൽ ഈശ്വരനിലേക്ക് തിരിച്ചു വിടുന്നതാണ് സാധന. ഇത് നാം നിത്യേന ചെയ്യേണ്ടതാണ്. അതിന് ഒരു എളുപ്പ വഴി എന്താ? ഈ കാണപ്പെടുന്ന വസ്തുക്കളെ ഒന്നും ഉപേക്ഷിക്കാനല്ല. നമുക്ക് കണ്ണ് തന്നിരിക്കുന്നത് കാണാതിരിക്കാനല്ല, ചെവി തന്നിരിക്കുന്നത് ചെവി പൊത്തിപ്പിടിച്ച് നടക്കാൻ അല്ല. അതിനൊരു എളുപ്പ വഴി യാതൊന്നു കാണുന്നതു നാരായണ പ്രതിമ. ഈ കാണുന്ന വസ്തുക്കൾക്ക് പിന്നിൽ നിറഞ്ഞിരിക്കുന്ന ആത്മചൈതന്യത്തെ ഈ വസ്തുക്കളിലൂടെ കാണാൻ നമ്മൾ പഠിക്കണം. അതിനാണ് കണ്ണ് തന്നിരിക്കുന്നത്. ദൈവത്തിൻ്റെ സാന്നിധ്യം കാണിക്കാൻ വേണ്ടിയാണ് ഈ പ്രപഞ്ച വസ്തുക്കളെ എല്ലാം സൃഷ്ടിച്ചിരിക്കുന്നത്. അതിനു വേണ്ടിയാണ് കണ്ണും ചെവിയും മൂക്കും നാക്കും ഇതെല്ലാം നമുക്ക് തന്നിരിക്കുന്നത്. കണ്ണിലൂടെ കാണുന്നതിലൂടെ ആ കാണുന്ന വസ്തുവല്ല, ആ വസ്തു അവിടെ ഉണ്ടാകണമെങ്കിൽ, ഐസ് ഉണ്ടാകണമെങ്കിൽ നീരാവി ഉണ്ടായേ പറ്റൂ എന്ന് നാം ബോധിക്കണം. നീരാവിയെക്കുറിച്ചും വെള്ളത്തെക്കുറിച്ചും ഐസിനെക്കുറിച്ചുമുള്ള ബോധം നമുക്ക് വേണം. അതുപോലെ വൈദ്യുതിയെക്കുറിച്ചും വെളിച്ചത്തെക്കുറിച്ചും നമുക്കറിയണം. എങ്കിൽ മാത്രമേ ഈ വെളിച്ചം കാണുമ്പോൾ വൈദ്യുതിയെ നമുക്ക് ഓർമ്മ വരൂ. വെളിച്ചത്തിനും ചൂടിനും അതുപോലെ തണുപ്പിനും എല്ലാം കാരണമായിരിക്കുന്നത് വൈദ്യുതിയാണ്. അത് ഉപാധി മാറുമ്പോൾ പലതായി മാറുന്നു. ഈ വെളിച്ചം, ചൂട്, കാറ്റ്, തണുപ്പ് എന്നിവ കാണുമ്പോൾ അതിലൂടെ നാം വൈദ്യുതിയെ ഓർമ്മിക്കുന്നത് പോലെ ഈ ഇന്ദ്രിയങ്ങളെ കൊണ്ടറിയപ്പെടുന്ന ഈ വസ്തുക്കളിലൂടെ ആ പരമചൈതന്യത്തെ നമ്മൾ ബോധിക്കണം. അതിനാണ് വിവേകം എന്ന് പറയുന്നത്. അല്ലാതെ ഒരു വസ്തുക്കളെയും കാണില്ല എന്ന് പറഞ്ഞ് കണ്ണടയ്ക്കുകയും കേൾക്കില്ല എന്ന് പറഞ്ഞ് ചെവിയിൽ പഞ്ഞി തിരികെ കയറ്റുകയും അല്ല ചെയ്യേണ്ടത്. അതുകൊണ്ട് നാം ക്രോധവും വിദ്വേഷം എന്നിവയൊക്കെയും പാടെ അകറ്റണമെന്നുള്ള ചിന്തയെ നിത്യം മനസ്സിൽ നനച്ചു നാം എപ്പോഴും നേരായ മാർഗത്തെ പിന്തുടർന്നിടണം.